നഗരമേഖലകളിൽ കുറേ ഗുണം ചെയ്തിട്ടുണ്ട്. പണ്ട് ഈ ആം ആദ്മി പാർട്ടിക്കാർ പയറ്റിയിരുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള രാഷ്ട്രീയമാണ് ഇപ്പോൾ ബി.ജെ.പി കേരളത്തിൽ പയറ്റാൻ ശ്രമിക്കുന്നത്. ആം ആദ്മി പാർട്ടി പറഞ്ഞാൽ ഒരു വശത്ത് കറപ്റ്റായിട്ടുള്ള കോൺഗ്രസ്, മറുഭാഗത്ത് കമ്മ്യൂണലായിട്ടുള്ള ബി.ജെ.പി. ഇത് രണ്ടിനും ഇടയ്ക്ക് സാധാരണക്കാരുടെ ഒരു പാർട്ടി. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഞങ്ങൾ വിജയിപ്പിക്കും. ഈ ഒരു ലൈൻ ഓഫ് ആർഗ്യുമെൻ്റ് ആണ് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അത് നഗരമേഖലകളിൽ വ്യാപകമായിട്ടും പട്ടണ പ്രദേശങ്ങളിൽ ചെറുതായിട്ടും വിജയിച്ചിട്ടുണ്ട്. ബി.ജെ.പിക്കാർ അങ്ങനെ CPM-നെതിരെ വലിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നില്ല, കോൺഗ്രസ്സുകാരെ കുറിച്ച് അങ്ങനെ വിഴുപ്പലക്കുന്നില്ല, ഒക്കെ ശരിയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഉണ്ടായപ്പോഴൊക്കെ ബി.ജെ.പിക്കാരുടെയൊക്കെ പ്രതികരണം വളരെ വളരെ പക്വമായിരുന്നു. അതൊക്കെ ഒഴിച്ചാൽ അപ്പോൾ അതുകൊണ്ട് അവരുടെ ആ ഒരു ഡിവൈസീവ് അജണ്ടയ്ക്ക് മീതെ ഇങ്ങനെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ആവരണം അണിയിക്കുകയാണ്. തിരുവനന്തപുരത്ത് അത് വിജയിച്ചു. കാരണം തിരുവനന്തപുരത്ത് നേരത്തെ തന്നെ ബി.ജെ.പിക്ക് ശക്തിയുള്ള പ്രദേശമാണ്, പിന്നെ നഗരപ്രദേശമാണ്, വിദ്യാസമ്പന്നരായ ആളുകൾ ഏറ്റവും അധികമുള്ള പ്രദേശമാണ്, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അധികമുള്ള സ്ഥലമാണ്. അപ്പോൾ അവരുടെ ഒരു ഇമാജിനേഷൻ പിടിച്ചെടുക്കാനായിട്ട് ബി.ജെ.പിക്ക് സാധിച്ചു. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിക്ക് ഈ തിരുവനന്തപുരത്തിന് ആഗ്രഹിക്കുന്ന രീതിയിൽ നഗരവാസികൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള ആളുകൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു നേതാവാണ്.